ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സ്മാർട്ട് SIP കുറിച്ചിട്ടാണ്. എന്താണ് നമുക്ക് സ്മാർട്ട് SIP? നമ്മളെല്ലാവരും SIP ചെയ്യുന്നുണ്ടെങ്കിലും ആ SIP എമൗണ്ടിനെ നമ്മൾ പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് ചുരുക്കം. അതായത് നമ്മൾ SIP ചെയ്യുന്നത് ചില പോക്കറ്റ്സിൽ SIP കൂട്ടിക്കൊടുക്കാനും എന്നാൽ ചില സമയങ്ങളിൽ SIP കുറച്ചു കൊടുക്കാനും നമുക്ക് അറിയണം എന്ന് ചുരുക്കം. ഞാൻ ഇത് പറയുന്നത് എല്ലാ ദിവസവും നിങ്ങൾ SIP മാറ്റം വരുത്തണമെന്നോ എല്ലാ മാസവും SIP മാറ്റം വരുത്തണോ എന്നല്ല. എവറി 6 months അല്ലെങ്കിൽ എവറി 3 months, എവറി 1 year ഡിപ്പെൻസ് അപ്പോൺ ദി മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മൾ ഈ SIPs മാറ്റം വരുത്തേണ്ടി വരും. ഇത് ഫീസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഫീസിബിൾ ആണ്. ഇത് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ SIP എവിടെ കൂട്ടണം എവിടെ കുറക്കണം എന്ന് അറിയുന്നത് ഓരോ ഇൻഡെക്സിന്റെയും വാല്യുവേഷൻ അനാലിസിസ് നടത്തിയിട്ടാണ്. നിങ്ങൾക്കറിയാം, എപ്പോഴും നമ്മൾ ഡിസ്കൗണ്ട് പ്രൈസിൽ ഒരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ അതിന്റെ വില കൂടുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് മ്യൂച്വൽ ഫണ്ടുകളും അതുപോലെ തന്നെയാണ്. അതിന് നെറ്റ് അസറ്റ് വാല്യൂ കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് കൂടുതൽ യൂണിറ്റുകൾ നമ്മൾ വാങ്ങിക്കണം എന്നുള്ളതാണ്. അത് കുറയുക എന്ന് പറയുമ്പോൾ അത് ട്രാക്ക് ചെയ്യുന്ന ഇൻഡെക്സ് ഫെയർലി വാല്യൂഡോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് പ്രൈസിലോ ആയിരിക്കണം. ഡിസ്കൗണ്ട് പ്രൈസിലാണ് അതുമായി ബന്ധപ്പെട്ട ഇൻഡെക്സ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ആ ഇൻഡെക്സിനെ ട്രാക്ക് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു ഫേവറബിൾ അറ്റ്മോസ്ഫിയർ ആണ് എന്ന് ചുരുക്കം. എന്നാൽ പ്രീമിയം വാല്യുവേഷനിലാണ് അല്ലെങ്കിൽ ഫെയർ വാല്യുവേഷൻ എബോവ് ആണ് ഒരു ഇൻഡെക്സ് ട്രേഡ് ചെയ്യുന്നെങ്കിൽ ആ ഇൻഡെക്സിനെ ട്രാക്ക് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല ആ പ്രസന്റ് മാർക്കറ്റിലുള്ളതെന്ന് അർത്ഥം. അതായത് അതിൽ തീരെ ഇൻവെസ്റ്റ് ചെയ്യണ്ട എന്നുള്ളതല്ല, പക്ഷെ ഡിസ്കൗണ്ട് പ്രൈസിൽ നിൽക്കുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടാനും അതായത് SIP കൂട്ടി ചെയ്യാനും മറ്റ് സ്ഥലങ്ങളിൽ SIP കുറച്ച് ചെയ്യാനും പറ്റണം എന്നർത്ഥം.